എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹൃദയം നിറഞ്ഞ ചിങ്ങം ആശംസകൾ. നമുക്ക് ഇവിടെയാണ് ചിങ്ങം വന്ന് കേട്ടോ. ഇന്ന് രാവിലെയായിരുന്നു. നിങ്ങൾക്ക് ഇന്നലെയാണ്. ഞാനിവിടെ കാനഡയിലാണ്, നിങ്ങൾക്കറിയാമല്ലോ. രാവിലെ എന്നിട്ട് നിങ്ങൾ വിഷ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ജോലിക്കൊക്കെ പോകണം, വൈകുന്നേരത്തിലൊക്കെ ഇപ്പോൾ വന്നപ്പോഴാണ് നിങ്ങൾ ഞാൻ വിഷ് ചെയ്യുന്നത്. ഈ പുതിയൊരു വർഷത്തിൻ്റെ തുടക്കമായി ചിങ്ങം മാസം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധി നിറഞ്ഞായിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് ഓണത്തെക്കുറിച്ചുള്ള എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർമ്മകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലം തന്നെ. അത് എൻ്റെ സിബ്ലിങ്സുമായിട്ടൊക്കെ ചിലവഴിച്ച ആ സമയം തന്നെയാണ്, പാരൻസും ആ ടൈം തന്നെ ബെസ്റ്റ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഓണത്തെക്കുറിച്ച് പറയുന്നത്, ഇന്ന് ശരിക്കും പറഞ്ഞാൽ കളികളൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ പുലിക്കളി, അന്ന് തിരുവാതിരക്കളി, പുലിക്കളി, അതുപോലെ പിന്നെ എന്താ വെച്ചാൽ വടംവലി, ശരിക്കും പറഞ്ഞാൽ ഊഞ്ഞാലാട്ടം, ഇതൊക്കെ ഭയങ്കര രസമുള്ള കളികൾ തന്നെയായിരുന്നു. ശരിക്കും എല്ലാം നമ്മൾ ഓണത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുന്നത്, ഓണത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് വീട്ടിൻ്റെ മുറ്റത്ത്, അതായത് ഏറ്റവും വലിയ മരത്തിൽ നമ്മൾ ഊഞ്ഞാൽ കെട്ടും. അത് നമ്മുടെ പ്രദേശത്താണെങ്കിലും സിബ്ലിങ്സ് ആരെങ്കിലും ഒക്കെ ആയിരിക്കും വലിയ ഊഞ്ഞാൽ കെട്ടും, വലിയ കട്ടിയുള്ള കയർ വെച്ച് കെട്ടും. അപ്പം നമ്മളെ ഈ ഫുൾ ടൈം നമ്മൾ ഊഞ്ഞാലാട്ടാണ് നമ്മുടെ ജോലി. മുറ്റത്ത് ഇരുന്ന് അമ്മ വിളിച്ചാലും ഒരിക്കലും കേൾക്കത്തോലുമില്ല, ആ ഊഞ്ഞാലിരുന്ന് ആടിയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓണത്തെക്കുറിച്ച് അറിയാം. എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കയറി വരുന്നത് നമ്മുടെ വീട്ടിൽ അരി പൊടിപ്പിക്കാൻ വരുന്നതും, അതായത് ഓണത്തിന് നമ്മൾ അരിയൊക്കെ പൊടിപ്പിച്ച് പുട്ടിന്, അപ്പത്തിന്, ദോശയ്ക്ക് ഇതൊക്കെ നമ്മൾ മാവൊക്കെ പ്രിപ്പയർ ആക്കി വയ്ക്കും. ഒരാഴ്ചയ്ക്ക് മുമ്പേ വറുത്തും പൊടിച്ചൊക്കെ വയ്ക്കും. അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും വരുന്നത് മോഹൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു അമ്മയും അവരുടെ മക്കൾ, അത് മോഹനനും അവരുടെ മക്കളാണ് മോഹനും ഉഷയും. ആ അമ്മയാണ് നമ്മൾ മോഹൻ്റെ അമ്മ എന്ന് വിളിക്കുന്നത്, അവരുടെ മക്കളുടെ അമ്മ. അപ്പോൾ അവരാണ് നമ്മുടെ ഈ ജോലിയെല്ലാം ചെയ്യാൻ വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ ഇപ്പോഴും എനിക്ക് ഒരിക്കലും അവരില്ലാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിലില്ല. കാരണം ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വരാത്ത ദിവസമല്ല. അവർ എപ്പോഴും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായാലും വൈകുന്നേരമായാലും എപ്പോഴും ചായ കുടിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ വീട്ടിൽ അവർ കാണും കേട്ടോ. ഒരു ദിവസം അവരുടെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോകുന്നത് മാത്രമേ, ജസ്റ്റ് ഒന്ന് പോകും, അപ്പോഴത്തന്നെ നമ്മുടെ വീട്ടിൽ ഇറങ്ങി വരും. അപ്പോൾ അവരെയൊക്കെ എനിക്ക് ഈ ഓണത്തെക്കുറിച്ച് അറിയിക്കുക. അവരാണ് എൻ്റെ പെട്ടെന്ന് എൻ്റെ മൈൻഡിലോട്ട് കയറി വരുന്നത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ പേരെൻ്റെ നമ്മുടെ മൈൻഡിൽ ഓണം കയറി വരുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ കുട്ടിക്കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴല്ലേ. പിന്നെ ഏറ്റവും രസം വെച്ചാൽ പിന്നെ അമ്മ പറയും, അന്നൊക്കെ അമ്മ പറയും ഓണത്തിന് നമുക്ക് ഒരാഴ്ച മുമ്പ് വീടൊക്കെ വൃത്തിയാക്കി ഇടണം, കാരണം മഹാബലി വരുന്ന വഴിയൊക്കെ വൃത്തിയാക്കിയാലേ മഹാബലി വീട്ടിലോട്ട് കയറി വരുള്ളൂ പറയും. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്കാണ് ഇതിനെക്കുറിച്ച് ഈ പുരാണ ചരിത്രങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. അപ്പം ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞാൻ മുറ്റം നമ്മുടെ വീട്ടിലോട്ട് കയറി വന്ന വഴി മുതൽ വീട് വരെ ഞാൻ അങ്ങ് ചൂല് വെച്ച്, എല്ലാം നീളമുള്ള ചൂല് വെച്ച് കുറ്റിച്ചൂലൊക്കെ ഒരു പുല്ലുവനും വളരാത്ത രീതിയിൽ ഞാൻ അപ്പോഴെ തന്നെ പുല്ല് വളരുകയാണ്, അപ്പോഴെ തന്നെ പുഴുത് കളയും. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ക്ലീൻ ആക്കിയിടും. എനിക്കതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓണത്തിന് പുതിയ ഓണക്കോടി, കുപ്പിവള. എൻ്റെ അച്ഛൻ ചെറുതിന് മരിച്ചുകൊണ്ട് ശരി, അച്ഛൻ സ്കൂളിലെ സാറായതുകൊണ്ട് ആ പെൻഷൻ പൈസ അമ്മയ്ക്ക് കിട്ടും. അച്ഛൻ്റെ സ്കൂളിലെ ജോലിയുടെ ആ പെൻഷൻ പൈസ അമ്മയ്ക്ക് കിട്ടുമായിരുന്നു. ആ പെൻഷൻ പൈസ പിന്നെ എൻ്റെ മൂത്തണ്ണൻ്റെ മൂത്തണ്ണൻ സർക്കാർ ഉദ്യോഗസ്ഥനായി. അപ്പോൾ ഈ രണ്ട് വരുമാനം പിന്നെ വസ്തു കിട്ടുന്ന കുറച്ച് വരുമാനമൊക്കെ ഉള്ളു. അപ്പം എൻ്റെ അണ്ണൻ തിരുവനന്തപുരത്താണ് ജോലി ചെയ്തിരുന്നത്. അപ്പം അണ്ണൻ വരുന്നപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ പൈസ അടിച്ചിട്ട് അണ്ണൻ്റെ ചില്ലറ പൈസ കാണാൻ പൈസ പോക്കറ്റിലിട്ടിരിക്കും. ബാക്കി നോട്ടൊക്കെ അണ്ണൻ അമ്മയുടെ കൈ കൊടുക്കാനായിട്ട് ബാഗിൽ വെച്ചിരിക്കും. അപ്പോൾ അണ്ണൻ്റെ പോക്കറ്റിൽ അടിച്ചു മാറ്റുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ബ്രദർ ഷിബു ഉണ്ട്. നമ്മുടെ ഒരു മെയിൻ ഹോബിയാണ് അടിച്ചു മാറ്റി ചില്ലറ പൈസ. ആരും അണ്ണൻ്റെ പോക്കറ്റിൽ ആദ്യം കൈയിടുന്നു, ചിലപ്പോൾ രണ്ടുപേരുടെ പോക്കറ്റ് അതിനകത്തിരുന്ന് ഇറുകും കേട്ടോ. ആരുടെ കയ്യിലാണ് കൂടുതൽ കിട്ടുന്നുള്ളതാണ് അന്നത്തെ അതൊരു എക്സൈറ്റ്മെൻറ്റാണ്. അപ്പം അണ്ണൻ വരുമ്പോൾ അണ്ണൻ പൈസ തന്ന് നേരെ പിറ്റേ ദിവസം നേരം എടുക്കുമ്പോൾ ഞാൻ വളം വാങ്ങിക്കാറുണ്ട്. അത് മാർക്കറ്റിൽ, അന്ന് കടയിലല്ല ശരിക്കും പറഞ്ഞാൽ വളം വാങ്ങിക്കുന്നത്, മാർക്കറ്റിലാണ് നമ്മൾ വളം വാങ്ങിക്കുന്നത്. അന്നത്തെ കുപ്പി വളച്ച് പച്ച, ചുമപ്പ്, അതിൽ തന്നെ പല ഡിസൈനുള്ള കുപ്പി വളകൾ അതുകൊണ്ട് ഇങ്ങനെ കിളിക്ക് വരുന്നത്. ആ കടയിൽ നിന്ന് അന്ന് കടക്കാനാണ് നമ്മൾ കുപ്പിവള ഇട്ട് തരുന്നത് കേട്ടോ. ആ കുപ്പിവള ഇട്ട് തിരിച്ച് വീട്ടിലോട്ടൊരു ഓട്ടമുണ്ട് സന്തോഷം കൊണ്ട്. പിന്നെ ഓണക്കോടിയൊക്കെ അണ്ണൻ വന്നതിന് ശേഷം നമ്മൾ ഓണക്കോടിയൊക്കെ വാങ്ങിക്കുന്നത്. കാരണം അണ്ണൻ്റെ പൈസ അമ്മ വെയിറ്റ് ചെയ്തിരിക്കും ശമ്പളം കിട്ടുന്നത്. അപ്പോൾ അണ്ണൻ വന്നതിന് ശേഷം നമ്മൾ പോയി പച്ചക്കറിയും എല്ലാം വാങ്ങിക്കുന്നത്. അതൊക്കെ ശരിക്കും അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോഴേക്കും നല്ലൊരു മുമ്പ് തന്നെയാണ്. ഇപ്പം നമുക്കൊന്നിനും ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. പൈസയ്ക്കല്ല സാധനങ്ങൾക്ക് ഒന്നിനും വലിയൊരു വാല്യൂ നമ്മൾ കൊടുക്കുന്നത്. കാരണം നമുക്കെല്ലാം നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ്. അന്ന് നമുക്കെല്ലാം, പക്ഷേ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഒന്നിനൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല, ഒരു സന്തോഷം. എന്ത് കിട്ടിയാൽ നമുക്ക് സന്തോഷം. അന്ന് നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് നമ്മുടെ സന്തോഷം കണ്ടുന്നവരാണ്. പിന്നെ ഇന്നത്തെ പോലെ വലിയ സ്റ്റേജ് ഷോകളൊന്നും അന്നില്ലെങ്കിലും പക്ഷേ ചെറിയ സന്തോഷങ്ങൾ, വലിയ ഓണം, അന്ത്യ സന്തോഷങ്ങൾ കൊണ്ട് നമ്മൾ വലിയ ഓണം കണ്ടെത്തിയിരുന്ന ഒരു കാലമാണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ സ്റ്റേജ് ഷോകളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഈ നെയ്ബേഴ്സ് എല്ലാം കൂടെ കൂടിയിട്ട് തിരുവാതിരക്കളി, അതുപോലെ വടംവലി, അമ്പലങ്ങളിൽ, റോഡ് ജംഗ്ഷനുകളിൽ വടംവലി, കുത്തിയോട്ട് എനിക്കൊന്ന് വേറെ സീസണിലാണ്. അതുപോലെ ഉറിയടി, അതാണ് എൻ്റെ മനസ്സിൽ ഉറിയടി. ശരിക്കും പറഞ്ഞാൽ പാട്ട്, ഡാൻസ്, കുട്ടികളുടെ
കസേരകളി, അങ്ങനെ മൊത്തത്തിലൊരു ഓണത്തെക്കുറിച്ച് അറിയാം ഭയങ്കര ഒരു അടിപൊളി ഒരു കാലഘട്ടം തന്നെയാണ് ശരിക്കും. ഇപ്പം നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ഓണം, പിന്നെ അതുപോലെ തന്നെ ഉറക്കൊഴിഞ്ഞ അമ്മ രാത്രി തലേദിവസം ഇരുന്ന് ഉറക്കൊഴിഞ്ഞ ഫുഡ് കറികളുണ്ടാക്കുന്നത്, പച്ചടി, ഇഞ്ചി, നാരങ്ങ സാധനം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഓണത്തിന് വാഴയിൽ ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ ദൈവം എനിക്ക് ഇപ്പോഴും അതുപോലെ ഭയങ്കര ഇഷ്ടം. കാരണം പാത്രം കഴുകൊണ്ടാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ വാഴയിൽ ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഞാൻ ശരിക്കും പറഞ്ഞാൽ 10 ഓണം വരെ അന്ന് വാഴയിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. എല്ലാവർക്കും 3-ാം ഓണം 4-ാം ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് വാഴയിലയിൽ കഴിക്കുന്നത് നിർത്തും. പക്ഷേ ഞാൻ 10-ാം ഓണം വരെ ഞാൻ വാഴയിലായിരിക്കും ഫുഡ് കഴിക്കുന്നത്. ഇല വെട്ടുന്നത് എൻ്റെ മൂത്ത അണ്ണൻ്റെയും ജോലിയാണ് ഇല വെട്ടുന്നതും ജോലി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇല വെട്ടാൻ പോകാനൊക്കെ. വാഴയിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് വാഴയൊക്കെ. അപ്പോൾ ഇല വെട്ടാൻ പോയി എനിക്ക് എൻ്റെ മൂത്തൻ ഭയങ്കര അണ്ണൻ്റെ കൂടെ ഞാനും പോകും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഒത്തിരി ശരിക്കും പറയാൻ ഭയങ്കര മെമ്മറീസാണ്. നമുക്കൊക്കെ ഫുഡ് തന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവസാനം അമ്മ ഇരിക്കുന്നത്, അമ്മയ്ക്ക് നമ്മളായിരിക്കും വിളമ്പി കൊടുക്കുന്നത്. അതൊക്കെ ശരി. ഇപ്പോഴും ഞാൻ ഇവിടെ വീട്ടിൽ ഓണം ആഘോഷിക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ആദ്യം ഞാൻ ഇവരെ എല്ലാവരും ഇരുത്തും, അവസാനം ഞാനും എൻ്റെ ഹസ്ബൻഡും ഇരിക്കും. നമുക്ക് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരും വിളമ്പിത്തരും, അങ്ങനെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഓണത്തിൻ്റെ സന്തോഷങ്ങളും ഒരു എക്സൈറ്റ്മെൻറ്റും ഒന്നും ഇന്ന് ഇപ്പോഴത്തെ ഓണത്തിനില്ല എന്ന് തന്നെ പറയാം. കാരണം ശരിക്കും ഒരു 5% പോലും എക്സൈറ്റ്മെൻറ്റ് ഇല്ല. കാരണം അന്നൊക്കെയാണ് തലേ ചോറൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നു, പിന്നെ അപ്പുറത്ത് പിന്നെ അതുമാത്രം ഈ ഓണത്തിനാണ് നമ്മുടെ അമ്മാവന്മാരൊക്കെ വീട്ടിൽ അമ്മാവന്മാർ അവരുടെ മക്കളൊക്കെ വരുന്നത് രാത്രി മൊത്തം ഉറക്കൊഞ്ഞ് വർത്താനം പറയുന്നതും. ശരി, അവരൊക്കെ വരുമ്പോൾ 2 ദിവസമൊക്കെ നിൽക്കും വീട്ടിലൊക്കെ വന്നിട്ട്. അവരൊക്കെ വരുമ്പോൾ കാണാതിരുന്ന് കാണും. പിന്നെ അവർ കൊണ്ടുവരുന്ന പുതിയ ഉടുപ്പൊക്കെ കാണും, എന്തെങ്കിലുമൊക്കെ കാണും. പോയി പിന്നെ വീട്ടുകാർ വാങ്ങിച്ച പുതിയ ഓണക്കോടി അതൊക്കെ കാണും. അതൊക്കെ രാവിലെ മുതൽ അമ്മാവനും അമ്മായിയുമായിട്ട് അവർ എല്ലാം കൂടെ നമ്മൾ ചിലപ്പോൾ തറയിലായിരിക്കും നിരന്ന് പായിട്ട് കിടക്കുക. കട്ടിലൊക്കെ എല്ലാവരും കിടക്കാൻ കാരണം ഒരു കട്ടിലൊക്കെ കാണുള്ളൂ. നമ്മളെല്ലാം കൊണ്ട് വലിയൊരു ഹാളിൽ പായിട്ട് നിരന്നെങ്കിൽ, പായില്ലെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ നിരത്തി ഷീറ്റോ എന്തെങ്കിലും നിരത്തിയെങ്കിൽ തറയിലേക്ക് നമുക്ക് അന്ന് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയതില്ല. നിങ്ങൾക്ക് നേരം വെളുക്കുന്ന ദൂരെ വർത്താനം പറഞ്ഞ് ചിരിച്ച് അങ്ങോട്ട് ഉന്തി അങ്ങോട്ട് തള്ളിയും അങ്ങനെ ഭയങ്കര രസമായിട്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോഴും എനിക്ക് എൻ്റെ ബെസ്റ്റ് ടൈം തന്നെയാണ് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ അവർ ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊന്നും വേണ്ട. അവർ ഓണത്തിന് നമ്മൾ സദ്യ ഉണ്ടാക്കിയാലും ഓണം കഴിച്ച് ഉടനെ പോയി അവർ ഫോണിലിരുന്ന് കളിക്കും. അന്ന് നമുക്ക് ഫോണും മാക്സിമം ഒരു TV അല്ല റേഡിയോ ആണ്. പക്ഷേ അത് നമുക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് ഫ്രണ്ട്സിനോട് നമ്മൾ വീട്ടിലാണെങ്കിൽ ബന്ധുക്കൾ അവരോട് കളിക്കുക, ഊഞ്ഞാലാടുക, അല്ലെങ്കിൽ പോയി ഫുഡ് എന്തെങ്കിലും കഴിക്കുക, എന്തെങ്കിലും അങ്ങനെ നമ്മുടെ വീട്ടിൽ. അതുപോലെ അന്ന് വയലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ കച്ചിലും പശുവൊക്കെ ഉള്ളത് കച്ചിലെപ്പോഴും വലുതായിട്ട് ഇങ്ങനെ കൂട്ടിരിക്കുക. അപ്പോൾ കച്ചിൻ്റെ ചുറ്റും കിടന്ന് ഓടി ഹൈഡ് ആൻഡ് സീക്കുകൾ ഒളിച്ച് കളിക്കുക, അങ്ങനെയൊക്കെ ഓടിത്തൊട്ട് കളിക്കുക, കൊന്തിത്തൊട്ട് കളിക്കുക. പിന്നെ ഈ പാറ വെച്ചൊരു എനിക്കാണ് ഇങ്ങനെ ഒരു കളിയുണ്ട്. ഇങ്ങനെ അത് നമ്മളിങ്ങനെ കമ്മത്തി ഇവിടെ വരണം, എന്നിട്ട് വീണ്ടും ആണ് പിടിക്കണം, എന്തൊക്കെയോ അങ്ങനെ പല ഐറ്റംസ് കളിയുണ്ട്. എൻ്റെ ദൈവം എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ എന്തൊരു നല്ല എക്സൈറ്റ്മെൻറ്റ് മൊമെൻ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മെമ്മറീസ് എനിക്കറിയാം. നിങ്ങൾക്ക് കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ കുട്ടിയും മിക്കവാറിൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് യങ്ങാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 30, 40 കാണാം. അവർക്കൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പോലെ അത്ര. എനിക്ക് 55 കഴിഞ്ഞു കേട്ടോ. 55 എനിക്ക് 57 ആണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ അത്ര ഈ 40 ഒക്കെ ഉള്ളവർക്ക് ആ ഒരു മെമ്മറീസ് ഒന്നുമില്ല. കാരണം നമ്മുടെ കാലത്ത് കിട്ടുന്ന അത്ര ഒരു മെമ്മറീസ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ കാലം TV, പിന്നെ നിങ്ങളുടെ കാലം TV ആയി, പിന്നെ ഫോണായി. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ കുറച്ചങ്ങ് അഡിക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ എക്സൈറ്റ്മെൻറ്റ് പോയി കഴിഞ്ഞു. കാരണം നമ്മൾ ആകെ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കളിയും ചിരിയും ഈ ഓടിത്തൊട്ട് കളി ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. ഫേസ്ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് അജീത, നോട്ട് ഫോർഗെറ്റ്. ആൻഡ് താങ്ക് യു ആൻഡ് എവരിബഡി. എല്ലാവർക്കും നല്ലൊരു പുതിയ വർഷം നേരുന്നു. സമാധാനം സന്തോഷമായിട്ടും ഇരിക്കുക. താങ്ക് യു. ബൈ.